ഹായ് ഫ്രണ്ട്സ്, തമ്പനയിൽ പറഞ്ഞ പോലെ തന്നെ അരമണിക്കൂറിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ നെയ്ച്ചോറും ഇറച്ചിക്കറിയും ഉണ്ടാക്കിയെടുക്കാം. അതാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. തണുപ്പായതുകൊണ്ട് തന്നെ എല്ലായിടത്തും പനിയും കാര്യമൊക്കെയാണ്. അങ്ങനെ തന്നെ തണുപ്പ് പിടിച്ച് അങ്ങനെ തലവേദനയൊക്കെ ആയി ഫുഡാക്കാൻ കുറേ ലേറ്റ് ആയപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത് ഇതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു 3 ഉള്ളി മതി. എൻ്റെ ചെറിയ ഉള്ളിയാണ്ട് 4 എടുത്തിട്ടുണ്ട്. പിന്നെ 2 തക്കാളി, കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും, പിന്നെ 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്കിങ്ങനെ കട്ട് ചെയ്യാം. അതിന് ശേഷം കുക്കർ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടാവുമ്പോൾ ഉള്ളി ഇട്ട് വഴറ്റാം. ഉള്ളി നമ്മളിങ്ങനെ വാടാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ബീഫ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളി വാടി വന്നിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുക്കുക, പിന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അതും കൂടി റെഡി ആകുമ്പോൾ നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റി വന്നതിന് ശേഷം എല്ലാം സെറ്റ് ആകുമ്പോഴത്തേക്ക് ഞാനിവിടെ ഒരു സൈഡിൽ കൂടി തൈരും ഉള്ളിയും പച്ചമുളകും തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒരു സലാഡാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ആദ്യം 3 സ്പൂണ് മുളക് പൊടിയും, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും, പിന്നെ 2 സ്പൂണ് മല്ലിപ്പൊടിയും ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ബീഫ് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കത് കുക്കർ അടച്ചു വയ്ക്കാം. 2 വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു 3 വിസിൽ ലോ ഫ്ലെയിമിലും ഇട്ട് കഴിഞ്ഞാൽ ബീഫ് വെന്ത് കിട്ടും. എനിക്കിവിടെ അങ്ങനെയാണ് വെന്ത് കിട്ടുന്നത്. ഓരോരിടത്ത് ഓരോരോ ബീഫിൻ്റെ വേവിനനുസരിച്ചും പിന്നെ കുക്കറിൻ്റെ വ്യത്യാസത്തിലൊക്കെ മാറ്റം വരും. അത് ശ്രദ്ധിക്കണം. കുക്കർ അടക്കുന്നതിന് മുമ്പ് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതിന് പറയാൻ വിട്ടുപോയി. അത് കണ്ടിട്ടുണ്ടാവുമല്ലോ. ബീഫ് കറി റെഡിയാകുമ്പോഴേക്ക് തന്നെ നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ നെയ്ച്ചോറും കൂടി റെഡിയാക്കി എടുക്കാം. അതിനിപ്പോൾ എൻ്റെ കയ്യിലുള്ള അരി ഈ ബിരിയാണി ഗോൾഡിൻ്റെ അരിയാണ്. ഞാൻ ഈ കപ്പിൽ 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഈ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് കേട്ടോ അതിന് വേണ്ടത്. ഞാൻ അരി കഴുകി വെച്ച് പിന്നെ ഒരു ചെറിയ കഷ്ണം ഉള്ളിയും കൂടി മുറിച്ച് വേറൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ബീഫ് കറി അതിൻ്റെ ഇടയിൽ കൂടി ആവുന്നുണ്ട്. അങ്ങനെ ഇത് ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ കറാവും പട്ടയൊക്കെ ഇട്ടിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ ഉള്ളിയും കൂടി ഇട്ടിട്ട് ഉള്ളി ഒന്ന് കാഞ്ഞു വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിൽ ആവശ്യത്തിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ആ വെള്ളത്തിലേക്ക് നമുക്ക് കഴുകി വെച്ച അരി ഇട്ടിട്ട് ഒറ്റൊരു വിസിലിൽ തന്നെ നെയ്ച്ചോറ് ഇവിടെ സെറ്റായി കിട്ടും. പിന്നെ അരീൻ്റെ മീതെ ഞാൻ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇറച്ചിക്കറി നെയ്ച്ചോറ് 2 ഒന്നിച്ചാവുന്നുണ്ട്. നമ്മൾ ഇറച്ചിക്കറി 5 വിസിലിട്ട് ഓഫാക്കി വെച്ച് പിന്നെ വിസിൽ പോയതിന് ശേഷം തുറന്ന് ഗ്യാസ് കത്തിച്ച് അതായത് നല്ലപോലെ തിളക്കുമ്പോൾ അതിലേക്ക് കുറച്ച് മീറ്റ് മസാലപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് പിന്നെ മല്ലിച്ചപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കറി ഇവിടെ സെറ്റായി നല്ല പോലെ ഇങ്ങനെ തളിച്ചതിന് ശേഷം ഓഫാക്കി വെക്കുക. അതേ സമയത്ത് തന്നെ അപ്പുറം ഒറ്റൊരു വിസിലിൽ നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ടാവും. അതിൻ്റെയും വിസിൽ പോയി കഴിഞ്ഞാൽ 2 കൂടി നമുക്ക് കഴിക്കാവുന്നതാണ്. പറഞ്ഞ പോലെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.